അവളുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ രാജേട്ട. നമ്മുടെ മോള് മാലതി, നീ കൂടി തളർന്നു പോയാ പിന്നെ ആരാ അവളെ ആശ്വസിപ്പിക്കുന്നേ? ലക്ഷ്മി, അച്ഛാ, ഈ സമയത്ത് എങ്ങനെയാ നിങ്ങളെല്ലാം ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ തൽക്കാലം സഹിച്ചേ പറ്റൂ. അല്ലാതെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? പോലീസ് കാര്യമായി അന്വേഷിക്കുന്നുണ്ട്. അരുന്ധതി എവിടെ? അവൾ അപ്പുറത്തുണ്ട്. പാവം കരഞ്ഞു തളർന്നിരിക്കുക. ചേച്ചി കരയില്ലേ ചേച്ചി? ചേച്ചി സിദ്ധാർത്ഥേട്ടൻ. അരുന്ധതി, തന്നെ സമാധാനിപ്പിക്കാൻ എന്റെ കയ്യിൽ ഒരു വാക്കുമില്ല. മെറ്റിൽഡ, ഒരു മിനിറ്റ്, ഞാനന്ന് അരുന്ധതിയോട് തനിയെ സംസാരിച്ചോട്ടെ. അരുന്ധതി, ഒരു വല്ലാത്ത അവസ്ഥയിലെ ഞാനും ഇപ്പോൾ. ദയവ് ചെയ്ത് എന്നെ തെറ്റിദ്ധരിക്കില്ലേ? എനിക്ക് സിദ്ധാർത്ഥനെ കുറിച്ച് ശരിയായ ധാരണകളേ ഉള്ളൂ. സിദ്ധാർത്ഥൻ എന്നോടുള്ള വിരോധം തീർത്തതല്ലോ അല്ലേ? അരുന്ധതി, നമ്മൾ തമ്മിൽ ഇനി ഒരുമിച്ച് മുന്നോട്ട് പോകില്ല. പക്ഷേ അതിന്റെ പേരിൽ ഞാൻ തന്നോട് പ്രതികാരം വീട്ടുവെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? തന്റെ മകൾ എന്റെയും മകളല്ലേ? ഒരിക്കലും ആ കുഞ്ഞിനോട് ഇതുപോലൊരു കാര്യം ഞാൻ ചെയ്യില്ല. താൻ എന്നെ വിശ്വസിക്കും. എനിക്കിപ്പോ ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സിദ്ധാർത്ഥൻ പറയുന്നത് വെറുതെ കേൾക്കാനേ എനിക്ക് കഴിയും. ആരെ എന്റെ മോളെ കൊണ്ടുപോയത്, എന്തിനാ കൊണ്ടുപോയത്, ഒന്നും എനിക്കറിയില്ല, ഒന്നും അറിയില്ല. തന്റെ വിഷയം എനിക്ക് മനസ്സിലാവും. എനിക്ക് കഴിയുന്ന വഴിയിലൂടെ ഞാനും അന്വേഷിക്കുന്നുണ്ട്. മോളെ, അമ്മ, അമ്മ. മോളെ, നീ വിഷമിക്കണ്ട. അവള് തിരിച്ചു വരും. ഭഗവതി കൊണ്ടുവരും. അമ്മേ, എന്തെങ്കിലും പറഞ്ഞ് ഇയാളൊന്ന് സമാധാനിപ്പിക്കും. ഞാനിപ്പോ വരാം. മോളെ, കരയല്ലേ മോളെ? സംശയിക്കണ്ട, അവൻ തന്നെയായിരിക്കും ഇത് ചെയ്തത്. പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. പോലീസ് അന്വേഷിക്കട്ടെ, പക്ഷേ നമുക്ക് നമ്മുടെ വഴി ഒന്ന് നോക്കിയാലോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരുപക്ഷെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഏട്ടത്തിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് അവനിത് ചെയ്തതെങ്കിലും അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. അവനെ നമുക്കൊന്ന് ചോദ്യം ചെയ്താലോ? സത്യം അവനെ കൊണ്ട് നമുക്ക് പറയിക്കാം. ഏട്ടാ, ഇനി ആലോചിച്ച് സമയം കളയരുത്. ഉടനെ എന്തെങ്കിലും ചെയ്യണം. എടാ, നമ്മൾ വിളിച്ച അവൻ വരുമോ? അവനെ വരുത്താനുള്ള വഴിയൊക്കെ എന്റെ കയ്യിലുണ്ട്. ഞാൻ പറയുന്നിടത്ത് അവൻ വരും. ഹലോ, എന്താ സാറേ? എവിടെ? ശരി ശരി, ഞങ്ങളിപ്പോ വരാം. എന്താ ഏട്ടാ? മോളെ തട്ടിക്കൊണ്ടുപോയ വണ്ടി കണ്ടെത്തിയെന്ന്. നീ ഇവിടെ നിൽക്കേ, ഞാനിപ്പോ വരാം. സാറിന്റെ കണക്ക് കൂട്ടല് കറക്റ്റായി. സാറിന് ഈ 6 ഇന്ദ്രിയം വല്ലതും ഉണ്ട്? അതെന്താടോ? അല്ല, പുഴക്കരയിലുള്ള ഈ കുറ്റിക്കാട്ടിൽ തപ്പി നോക്കാൻ സാറ് പറയുമ്പോഴും ഇത്ര കൃത്യമായിട്ട് ഈ വണ്ടി ഇവിടെ തന്നെ കാണുമെന്ന് ഞാൻ കരുതിയില്ല. ഇത് എന്ത് മാജിക്കാ സാറേ? മാജിക് ഒന്നും അല്ലടോ, ഇതൊക്കെ ഒരു കണക്ക് കൂട്ടല. ഇവിടെ വേണം. ആരാടാ ഈ വണ്ടി ആദ്യം കണ്ടത്? ഇവനാ സാറേ. ആന്നോടാ? അതെ സാറേ. നീ കാണുമ്പോ വണ്ടി ഇവിടെ കിടക്കുമായിരുന്നോ അതോ ആരെങ്കിലും കൊണ്ടുവന്ന് ഇട്ടിട്ട് പോവായിരുന്നു? ഇവിടെ കിടക്കുമായിരുന്നു സാറേ. അസ്വാഭാവികമായി എന്തെങ്കിലും നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ല സാറേ.
സാർ ഇത് എവിടെ നിന്ന് കിട്ടിയതാ? ആ മരത്തിനരികിൽ ഏതോ ഒരു വണ്ടി തിരിച്ചതിന്റെ ടയറിന്റെ പാടുമുണ്ട് സാർ. ഇത് ഏത് വണ്ടിയുടെ പിന്നിലെ ഇൻഡിക്കേറ്റർ പൊട്ടിയതിന്റെ കഷ്ണങ്ങളാ സാറേ. അപ്പോ വണ്ടി തിരിച്ചപ്പോ പിന്നിലെ മരത്തിലിടിച്ച് പൊട്ടിയതാവും. അതെ സാർ. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, കുട്ടിയെ ഈ വണ്ടിയിൽ നിന്ന് മറ്റേ വണ്ടിയിലേക്ക് മാറ്റിയതും ഇവിടെ വെച്ചായിരിക്കണം. അതെ, വളരെ ബുദ്ധിപൂർവ്വം തന്നെ ഇതിന് പിന്നിലുള്ളവർ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നു. തള്ളേ കൊള്ള, എന്തരിത്? നിങ്ങൾ പിന്നെ അടയ ചക്കര ആയ? ഞാനിപ്പോ പഴയ ആളല്ല സാറേ, കുമ്പസാരം ചെയ്ത പാപിയ. എന്തായി സാർ, വല്ല വിവരം കിട്ടിയോ? ദാ ഇതാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വണ്ടി. അത് മാത്രമല്ല, ഇവിടെ വെച്ച് അവർ കുട്ടിയെ മറ്റൊരു വണ്ടിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ആ വണ്ടിയുടെ പിന്നിലെ ഇൻഡിക്കേറ്റർ അപ്പുറത്തെ മരത്തിലിടിച്ച് പൊട്ടിയതിന്റെ കഷ്ണങ്ങൾ അതെ ഈ കാണുന്നത്. സാറും നിങ്ങൾ വന്നേ. എന്താണോ ഇത്? അവൻ തന്നാ സാറേ, എനിക്ക് ഉറപ്പാ. ആര്? സിദ്ധാർത്ഥനോ? അതെ സാറേ, അവനറിയാം അരുന്ധതി ഏട്ടത്തിയെ തകർക്കാൻ ഇതാണ് ഏറ്റവും വലിയ ആയുധമെന്ന്. അല്ലല്ല, എന്താ നീ ഇപ്പൊ പറഞ്ഞേ? അരുന്ധതി ഏട്ടത്തി? അവളോട് മറ്റേ പണിയും കാണിച്ചിട്ട് ഇപ്പൊ ഏട്ടത്തി എന്ന് പറഞ്ഞ് ഒലിപ്പിക്കുന്നോടാ. ശരിയാ സാറേ, പാപം ചെയ്തവനാ ഞാൻ. പക്ഷെ തെറ്റ് തിരുത്തി മനുഷ്യനാകാൻ എനിക്കും അവകാശമില്ലേ സാറേ? അതിനുള്ള അവസരമായത്. നിനക്ക് എന്തോ ചെയ്യാൻ പറ്റും? മാളുവിനെ തട്ടിക്കൊണ്ടുപോയത് അവനാണെങ്കിൽ സാറ് നോക്കിക്കോ, അവന്റെ പള്ളക്ക് കത്തി കയറ്റി ഞാൻ. എന്നിട്ട് നല്ല അന്തസ്സായിട്ട് ജയിലിൽ പോയി കിടക്കുന്നു. എന്തായാലും ഞങ്ങളൊന്ന് അവനെ കാണാൻ പോവാം. നീ ചുമ്മാ അബദ്ധമൊന്നും കാണിക്കില്ല വിജയ. ആ ഡോക്ടർ ആണോ അല്ലയോ ഒന്നും തീർച്ച പറയാറായിട്ടില്ല. സാറ് തീർച്ച പറയണ്ട, അവനോട് ചോദിച്ച് ഞങ്ങൾ തന്നെ തീർച്ചപ്പെടുത്തിക്കോളാം. ഇതാ സാറേ, വാടാ. പോട്ടെ സാറേ. അവന്മാരെ കാണാൻ പോയതോട് ഇത് സംഗതി കുഴപ്പമാവും സാറേ. എനിക്ക് അത്യാവശ്യമായിട്ട് പോയേ പറ്റി. നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഒരു അത്ഭുതം തന്നെയാ വിജയ. ആ കിടപ്പിൽ ഞാനങ്ങ് ചത്തുപോന്ന് കരുതി സന്തോഷിച്ചിരിക്കായിരുന്നു അല്ലേ താൻ? പക്ഷേ ആയുസിന്റെ താക്കോൽ ഈശ്വരന്റെ കയ്യിലാടോ, അല്ലാതെ മനോരോഗിയായ തന്റെ കീശയിലല്ലെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? വിജയ, സൂക്ഷിച്ച് സംസാരിക്കണം. എന്തു സൂക്ഷിക്കാൻ? തന്നെയോ? എനിക്ക് തന്നെ പേടിയില്ല. ഒരു കാര്യത്തിന് താൻ ഉത്തരം പറഞ്ഞേ പറ്റൂ. അതിനാ തന്നെ ഞാനിവിടെ വിളിച്ചു വരുത്തിയത്. മാളു എവിടെ? താൻ അറിയാതെ ഞങ്ങളുടെ മാളുവിന് ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. പറയടോ, മാളുവിനെ താൻ എങ്ങോട്ടാ കൊണ്ടുപോയത്? അനാവശ്യം പറയുന്നോ? മേലിൽ ഒരിക്കൽ കൂടി എന്റെ നേരെ ഈ ചോദ്യവുമായി വന്നാലുണ്ടല്ലോ. താൻ എന്ത് ചെയ്യും? അവനെ കൊല്ലൂ? മരുന്ന് കുത്തിവെച്ച് ഇവനെ കൊല്ലാൻ നോക്കിയതിന്റെ കാരണത്തിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ എല്ലാവരും ഒരേപോലെ പറയുന്നു, താൻ അരുന്ധതിയുടെ പ്രതികാരം തീർത്തതാണ്. ആണോടാ? എന്റെ മോളോടാണോ താൻ പ്രതികാരം തീർത്തത്? പറയടോ, അവളെ താൻ എന്ത് ചെയ്തു? താനല്ലേ അവളെ തട്ടിക്കൊണ്ടുപോയത്? ജയകൃഷ്ണ, ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് വിശ്വസിക്കണം. അരുന്ധതിയോട് എനിക്ക് വിരോധമുണ്ട്, വൈരാഗ്യമുണ്ട്. പക്ഷേ ഒരു കൊച്ചു കുഞ്ഞിനുള്ളതിന് പ്രതികാരം തീർക്കാൻ മാത്രം തരം താഴ്ന്നവനല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആ കുഞ്ഞിനെ കാണാതായതിൽ എനിക്കും വിഷമമുണ്ട്. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ച അതിന് കാരണക്കാരൻ താനാണെന്ന് ഞാൻ അറിയേണ്ടി വന്ന ഡോക്ടറെ, തന്നെ ഞാൻ കൊല്ലും. എന്റെ മകൾക്ക് വേണ്ടി സന്തോഷത്തോടെ ഞാനത് ചെയ്യും. ഇല്ല ജയകൃഷ്ണ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്യില്ല. ഇതിവിന്റെ കള്ളത്തരവാ ജയേട്ടാ. ആരെയും മയക്കുന്ന ഇവന്റെ അഭിനയം. ജയേട്ടനിത് വിശ്വസിക്കരുത്. സ്നേഹിക്കുന്നവരെല്ലാം കൊല്ലാൻ മരുന്ന് കുത്തിവെക്കുന്ന ഇവനെ ഒരിക്കലും വിശ്വസിക്കരുത്. ഞാറക്കലെ അച്ഛനെ പോലും തളർത്തിയിടാൻ മരുന്ന് കുത്തിവെച്ചവനാ ഇവൻ. ദ്രോഹി! ഇല്ല, ഇല്ല ജയകൃഷ്ണ, ഇല്ല. ഇവൻ വെറുതെ പറയുന്നതാ. അങ്ങനെയാണെങ്കിൽ പിന്നെ അച്ഛൻ ഇപ്പൊ എഴുന്നേറ്റ് നടക്കുന്നത് എങ്ങനെയാ? ഇതിവൻ എന്നോടുള്ള വൈരാഗ്യം കൊണ്ട് പറയുന്നതാ. അല്ല ചേട്ടാ, ആ മരുന്നിന്റെ ബോട്ടിൽ വരെ ഇവൻ എന്നെ കാണിച്ചതാ. ഇവനെ വിശ്വസിക്കരുത്.
ജയ വേണ്ട. കൊച്ചു പിള്ളേരെ പോലെ വഴി കിടന്നിങ്ങനെ അടി കൂടുന്നത് നാണക്കേടാന്ന്. നീ ചെവിയിൽ നുള്ളിക്കോ സിദ്ധാർത്ഥ. ഈ പറഞ്ഞതിലൊക്കെ സത്യമുണ്ടെന്ന് തെളിഞ്ഞ പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല. ചവിട്ടി താഴ്ത്തും നിന്നെ ഞാൻ. ജ്യേഷ്ഠ നീ പോ. വിജയ ഇവനെ വിളിച്ചോണ്ട് പോ. കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. സാർ അന്വേഷിച്ചോ, പക്ഷേ എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ ഇവനാണെന്ന് തെളിയരുത്. തെളിഞ്ഞ നീ പിന്നെ ഇല്ലടാ ഡോക്ടറെ. ജ്യേഷ്ഠ നീ ഇപ്പൊ പോ. കൊച്ചിനെ നമുക്ക് ഉടനെ കണ്ടുപിടിക്കാം. വിജയ വിളിച്ചോണ്ട് പോ. പോ ബായേട്ടാ, ഇവനുള്ളത് പിന്നെ ഞാൻ തന്നെ കൊടുത്തോളാം. വാ ചെല്ലടാ. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അവന്മാരിപ്പോ സാറിനെ തീർത്തേനെ. ആ വിജയൻ ജയകൃഷ്ണനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അതൊരു വെറും തെറ്റിദ്ധാരണയാണോ സാറേ, അതോ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? എടോ, തന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ എനിക്കിതിൽ ഒരു പങ്കുമില്ല എന്ന്. ഉണ്ടാവരുത്. ഉണ്ടായാൽ പിന്നെ സാറിനെ രക്ഷിക്കാനൊന്നും ഞാൻ നിൽക്കത്തില്ല. എനിക്ക് എന്റെ ഈ തടിയും യൂണിഫോമും രക്ഷിക്കണം. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കേസിൽ ഞാൻ സിൻസിയറാണ്. ഈ കേസിലെ പ്രതികളോട് തനി പോലീസായിട്ട് സുഗുണപാലം പെരുമാറും. അതാരായാലും പോട്ടെ. ചേച്ചി, ഇത്തിരി കഞ്ഞിങ്ങനെ കുടിക്കുക ചേച്ചി. ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെയാ? ദാ കുറച്ച് കഴിച്ചാൽ മതി. എണീറ്റ് നിൽക്കാൻ ആരോഗ്യമില്ലാതെ എല്ലായിടത്തും ഓടാൻ പറ്റുമോ? കഴിക്കുക ചേച്ചി. വേണ്ട മോളെ, എന്റെ മോളെ കാണാതെ ജലപാനം കഴിക്കില്ല ഞാൻ. ഈശ്വര, എന്റെ മോള്. ചേച്ചി, ആരോ വന്നു തോന്നുന്നു. ആരായാലും എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞേക്ക്. മോളെ അരുന്ധതി, നീ തന്നെ ഇതിനൊരു പരിഹാരം കാണണം, അല്ലാതെ പറ്റില്ല. മാളുവിനെ കാണാതായതിന്റെ പേരിൽ വഴിയെ പോകുന്നവരെല്ലാം ഇവനെ ഭീഷണിപ്പെടുത്താനും തല്ലാനും തുടങ്ങിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഇനി ഇത് ആവർത്തിച്ച എനിക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കേണ്ടി വരും. അല്ല, ആർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുന്ന കാര്യം നിങ്ങൾ ഈ പറയുന്നത്? ആരാ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയ? നിന്റെ പഴയ ഭർത്താവും അനിയനും, അല്ലാതാരാ? ജയേട്ടൻ ഭീഷണിപ്പെടുത്തിയോ? എന്തിനാ? അരുന്ധതി, താൻ വെറുതെ ഒന്നും അറിയാത്ത ഭാവം നടിക്കല്ലേ. തനിക്കെല്ലാം അറിയാം. നീയും കൂടി അറിഞ്ഞോണ്ടാണോ അവരെന്റെ മോനെ തല്ലാൻ വന്നെന്നാണ് എനിക്കറിയേണ്ടത്. അരുന്ധതി, തന്റെ മോളെ കാണാതായതിന്റെ പേരിൽ ഞാൻ എന്റെ ജീവനെ തന്നെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുക. ഇന്നലെ അവരെന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. പക്ഷേ ഈ തെറ്റിദ്ധാരണ താൻ മാറ്റണം. താൻ മാറ്റിയാൽ മാത്രം പോരാ, ഇത് അവരെയും കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ തന്റെ കുട്ടിയെ തിരികെ കിട്ടുമോ? എന്റെ മോനെ ഇങ്ങനെ ഉപദ്രവിക്കരുതെന്ന് നീ അവരോടൊന്ന് പറയണം. ഇതും കൂടി പറയാൻ വേണ്ടിയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അരുന്ധതി, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദയവ് ചെയ്ത് ഇനിയും എന്നെ ദ്രോഹിക്കരുത്, പ്ലീസ്. ബോധക്കേട് വന്നത് പെട്ടെന്നുണ്ടായ തളർച്ച കൊണ്ടാ. വേറെ പ്രോബ്ലം ഒന്നും ഇല്ല. ഞാൻ 1-2 മെഡിസിൻ കുറിച്ച് തരാം. പക്ഷേ അതുകൊണ്ട് മാത്രം പോരാ, എന്തെങ്കിലും ആഹാരം കഴിക്കണം. കൺസീവ് ആയിരിക്കുന്ന ഈ സമയത്ത് ടെൻഷൻ ഒട്ടും പാടില്ലാത്തതാ. ക്ഷീണം മാറാനുള്ളതാ. എന്തെങ്കിലും ഇത്തിരി വെള്ളം ആദ്യം കൊടുക്കണം. ചൂട് കഞ്ഞിവെള്ളം ഉപ്പിട്ടതായാലും മതി. ശരി ഡോക്ടറെ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആ, എന്തെങ്കിലും പ്രോബ്ലം തോന്നിയാൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ശരി ഡോക്ടർ. ലേഖേ, പറഞ്ഞത് കേട്ടല്ലോ.
ഉള്ളിലുള്ളതും ഒരു ജീവനാ. അതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. അപ്പൊ ശരി. ശരി. ഹലോ ചേച്ചി. തൽക്കാലം നമ്മുടെ കേസുകളൊക്കെ അവധിക്ക് വെക്കണം. അത്യാവശ്യമുള്ളത് മാത്രം ശ്യാം അപ്പിയർ ചെയ്താൽ മതി. ശരി ചേച്ചി. ചേച്ചി, പോലീസ് നല്ല പ്ലാനിങ്ങോട് കൂടിയാണ് കേസ് അന്വേഷിക്കുന്നത്. ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം ഫോട്ടോ വെച്ച് മെസ്സേജുകൾ വന്നു കഴിഞ്ഞു. ഓൺലൈൻ പത്രങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട്. പിന്നെ എന്താ ശ്യാം? എല്ലായിടത്തും മാളുവിന്റെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വിവരം ഉടൻ കിട്ടാതിരിക്കില്ല. ശരി ശ്യാം, അപ്പോ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യും. ശരി ചേച്ചി. മോളെ, ഇതങ്ങ് കുടിക്കും മോളെ, ക്ഷീണം മാറട്ടെ. എനിക്ക് വേണ്ട കുഞ്ഞമ്മേ. മോളെ തിരിച്ചു കിട്ടിയെന്നറിയാതെ എനിക്കൊന്നും അറിഞ്ഞില്ല. ഒക്കെ ശരിയാ, പക്ഷേ ഉള്ളിലുള്ള കുഞ്ഞിന്റെ കാര്യം കൂടെ നമ്മൾ നോക്കിയേ പറ്റൂ. വാശി കളഞ്ഞ് തലേന്ന് വാങ്ങി കുടിക്കുക. അമ്മേ, ചേച്ചി എപ്പം വരും അമ്മേ? ചേച്ചി വരും മോനെ. ആരായിരിക്കും? ഞാൻ നോക്കിയിട്ട് വരാം. എന്തായി സുഗുണപാല, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, വ്യക്തമായ ഒരു സൂചനയും കിട്ടിയില്ല. പക്ഷെ കിട്ടും. അതിനുള്ള വഴികളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഈ ജില്ലയിൽ നിന്ന് കാണാതായത് ഇതേ പ്രായത്തിലുള്ള 3 പെൺകുട്ടികളെ. അതിൽ അവസാനത്തെ ആളാണ് മാളു. അതിലൊരു കുട്ടിയെ ഇന്ന് പോലീസ് നാടോടികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്നിട്ട് തട്ടിക്കൊണ്ടുപോയവരെ അറസ്റ്റ് ചെയ്തോ? രാജസ്ഥാനിൽ നിന്നുള്ള നാടോടി സംഘമായിരുന്നു അതിന് പിന്നിൽ. ഒരു ലോറിയിൽ കുട്ടിയുമായി രക്ഷപ്പെടുന്നതിനിടയിലാണ് അവരെ പോലീസ് പിടികൂടിയത്. രണ്ടാമത്തെ കുട്ടിയെയും നാടോടി സംഘങ്ങൾ തന്നെയാണ് കൊണ്ടുപോയെന്നുള്ള സൂചന കിട്ടിക്കഴിഞ്ഞു. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയുടെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് മാളുവിനെ തട്ടിക്കൊണ്ടുപോയത് മലയാളം സംസാരിക്കുന്നവരാണെന്നാണ്. ഈ സൂചനകളും മൊഴികളും അല്ലാതെ വേറൊന്നും കിട്ടിയില്ല. എന്തായാലും കുട്ടിയെയും കൊണ്ട് അവര് അധിക ദൂരം പോയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഫോൺ നമ്പരും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. എന്തിന്? ഞങ്ങളുടെ ഫോൺ നിരീക്ഷിച്ചിട്ട് എന്ത് കിട്ടാനാ? കുട്ടിയെ കൊണ്ടുപോയവർക്ക് എന്തായാലും ഒരു ഡിമാൻഡ് ഉണ്ടാവും. അതിനവർ വിളിക്കാതിരിക്കില്ല. ഏത് നിമിഷവും ഒരു കോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞ സംശയത്തെക്കുറിച്ച് അന്വേഷിച്ചോ? സിദ്ധാർത്ഥന്റെ കാര്യമല്ലേ, ഞങ്ങളത് വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അയാൾക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുള്ളതായി ഒരു സൂചനയും കിട്ടിയില്ല. അയാളുടെ മൊബൈൽ നമ്പറും ലാൻഡ് നമ്പറും എല്ലാം സൈബർ സെല്ല് പരിശോധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു കോൾ വന്നില്ലെങ്കിലോ? മറ്റേതെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടി ആ കുട്ടിയെ കടത്തിക്കൊണ്ടു പോയതെങ്കിലോ? മറ്റ് 2 കുട്ടികളുടെ കാര്യത്തിൽ നാടോടികൾ എന്നൊരു കോമൺ ഫാക്ടറുണ്ട്. മാളുവിന്റെ കാര്യത്തിൽ അതില്ല. അതുകൊണ്ട് അതൊരു വ്യക്തിവിരോധത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ ഞാൻ സംശയം പറഞ്ഞത്. ആദ്യയോടുള്ള വൈരാഗ്യം കാരണം അയാൾ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. തീർച്ചയായും ഉണ്ട്. അതുകൊണ്ട് തന്നെ അയാളോട് ഞാൻ സംസാരിച്ചു. എന്നിട്ട് അയാൾക്ക് ഇതിലൊരു മനസ്സറിവില്ലെന്ന് അയാൾ പറയുന്നു. അത് വിശ്വാസത്തിലെടുക്കാൻ വയ്യാത്തതുകൊണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായുള്ള അയാളുടെ ഫോൺ കോളുകൾ, യാത്രകൾ, കൂടിക്കാഴ്ചകൾ എല്ലാം ഞങ്ങൾ പരിശോധിച്ചു. പക്ഷേ അതിലൊരിടത്തും അയാളെ സംശയിക്കാവുന്ന ഒരു സൂചനയും കിട്ടിയില്ല. നിങ്ങളല്ലേ അന്വേഷിക്കുന്നത്? പിന്നെ എങ്ങനെ തെളിവ് കിട്ടും? അയാളെ രക്ഷിക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കൂ? ഞങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം കൊണ്ടാ താൻ ഈ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഈ കേസില് സുഗുണപാലൻ സിൻസിയറാണ്, 100%. ഇത് ഞാൻ അയാളോടും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ അയാൾക്ക് വേണ്ടി മറ്റാരെങ്കിലും തട്ടിക്കൊണ്ടുപോകൽ നടത്തിയതെങ്കിലും? ആ സാധ്യത മുൻനിർത്തിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇതിൽ അവൻ എന്തെങ്കിലും പങ്കുണ്ടെന്ന് തെളിഞ്ഞ ഇടിച്ച് അവന്റെ പരിപ്പ് ഞാൻ ഇളക്കും. അവനെ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. മോളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു സൂചന ഇന്ന് തന്നെ കിട്ടാനാ സാധ്യത. ഒന്നുകിൽ ജയകൃഷ്ണന്, അല്ലെങ്കിൽ അരുന്ധതിക്ക്. അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ ഉടൻ തന്നെ എന്നെ അറിയിക്കണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അതെ, ഈ കേസിൽ നിങ്ങൾ എന്നെ സംശയിക്കരുത്.
100% ആത്മാർത്ഥതയോടെയാ ഞാൻ ഈ കേസ് അന്വേഷിക്കുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാ ശരി.